നമ്മുടെ വീട്ടിൽ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടല്ലേ. ചിലതൊക്കെ എന്താണ് മണ്ണിൽ പെട്ടെന്ന് ലയിക്കുന്നതാണ്, ചിലതൊന്നും മണ്ണിൽ ലയിക്കാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊട്ടിയ ബൾബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേടായ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ഒരു പാത്രത്തിലാണോ വെക്കുന്നത്? അല്ല അല്ലേ, ഇവയൊക്കെ ഇവരുടെ വിഭാഗം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കിവിടെ അജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇനോർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്ന പാത്രം എന്താണെന്ന് നോക്കാം. അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ ലയിച്ച് ചേരാത്ത മാലിന്യങ്ങളെയാണ് നമ്മൾ ഈ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്. ഇനി എന്താണ് ഈ ജൈവ മാലിന്യം അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്? മണ്ണിൽ ലയിച്ച് തീരുന്ന അല്ലെങ്കിൽ മണ്ണിൽ ലയിച്ചു പോകുന്ന, അങ്ങനെ നശിച്ചു പോകുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് മണ്ണിൽ ലയിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഇടുന്നതിനാണ് നമ്മൾ ജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് ഈ പാത്രം നമ്മൾ സൂക്ഷിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അപകടകരമായ മാലിന്യം അല്ലെങ്കിൽ ഹസാർഡ്ലെസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രിക് ഫാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് വസ്തുക്കളുടെ ഒക്കെ കേടായ പാർട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബൾബൊക്കെ പൊട്ടിയാൽ അങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നതാണ് നമ്മുടെ അപകടകരമായ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് കളറിലുള്ള ബോക്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായിട്ടുള്ള മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ എന്നും, അല്ലാത്തവ അതായത് മണ്ണിൽ ലയിച്ച് ചേരാത്തവയെ നമ്മൾ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നു. ഇനി ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ തുടങ്ങിയവയൊക്കെയാണ് അപകടകരമായ മാലിന്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ ബോക്സുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനെല്ലാത്തിൻ്റെയും ഈ പറയുന്ന മാലിന്യങ്ങൾക്കൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നമുക്ക് നേടാൻ ഒരുമിച്ച്. ഓക്കെ, ബൈ.